السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، حمدا كثيرا طيبا باركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അതിഭാരമായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരിക്കൽ കൂടി ഉടമസ്ഥനായ നമ്മുടെ റബ്ബിൻ്റെ ഈ അണ്ടകടാഹങ്ങളെ ഒറ്റയ്ക്ക് സൃഷ്ടിച്ച് നിയന്ത്രിച്ച് നയിക്കുന്ന റബ്ബുൽ ആലമീനായ മാലിക്കുൽ മുലൂക്കായ അള്ളാഹുവിൻ്റെ വചനങ്ങൾ പഠിക്കാൻ, അത് കേൾക്കാൻ, അതിലടങ്ങിയ ആശയം ഉൾക്കൊള്ളാൻ, ഇവിടെ ഇങ്ങനെ ഒത്തിരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിലും അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്തും സക്കീനത്തും ഇറങ്ങുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടുക്കലുള്ള മുഖറബീങ്ങളായ മലക്കുകളോട് മേന്മ പറയുന്ന സദസ്സാണ് ഖുർആൻ പഠിക്കുന്ന സദസ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലേറെ അനുഗ്രഹീതമായൊരു സദസ്സിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകിയ അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കണം. അതിന് നമുക്ക് നന്ദി ഉണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നന്മയിൽ ഇസ്തിഖാമത്ത് നൽകി നമ്മളൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ സൂറത്തുൽ ഹജ്ജിലെ 27-ാമത്തെ വചനം വരെയാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി 28-ാമത്തെ വചനം തൊട്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാം. അപ്പൊ തുടക്കത്തിൽ നമുക്കതിൻ്റെ പാരായണം ഒന്ന് കേട്ടു നോക്കാം. ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير ثم ليقضوا تفثهم وليوفوا نذورهم وليطوفوا بالبيت العتيق ذلك ومن يعظم حرمات الله فهو خير له عند ربه وأحلت لكم الأنعام إلا ما يتلى عليكم فاجتنبوا الرجس من الأوثان واجتنبوا قول الزور. നമ്മൾ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. ലിയഷ്ഹദു, ഇവിടെ ലാമിന് ശബ്ദുണ്ട്, അത് നമ്മൾ ഉച്ചരിക്കണോ? ഇവിടുന്നാണ് തുടങ്ങുകയെങ്കിൽ ഉച്ചരിക്കണോ? വേണോ? വേണ്ട. എന്തുകൊണ്ടാണ് ഇവിടെ ശബ്ദ് വരാൻ കാരണം? ഇവിടെ എന്തുണ്ട്? ഇദ്ഗാം ബിലാ ഉന്നുണ്ട്. ഇത് ചേർത്ത് ഓതുമ്പോഴാണ് ഇവിടെ എന്ത് വരിക? ശബ്ദ് വരിക. എന്നാൽ ഇവിടുന്ന് നമ്മൾ തുടങ്ങുമ്പോൾ എന്ത് നൽകരുത്? ശബ്ദ് നൽകണോ? വേണ്ട. നേരെ മറിച്ച് ഇത് അപ്പോൾ ശബ്ദ് വേണം ചേർത്ത് ഓതുകയാണെങ്കിൽ. എന്നാൽ ഇവിടെ നിർത്തി ഇവിടുന്ന് തുടങ്ങുമ്പോൾ എന്തില്ല? ശബ്ദില്ല. അപ്പം ഇങ്ങനെ ചേർത്ത് ഓതുകയാണെങ്കിൽ അവിടെ ശബ്ദ് വരും. ഇത് ബിലാ ഉന്ന ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവിടെ ആ ശബ്ദ് വന്നത്. അപ്പം നമ്മൾ ഇവിടുന്നാണ് ഓതി തുടങ്ങുന്നത്, അതുകൊണ്ട് തന്നെ അവിടെ ശബ്ദ് കൊടുക്കേണ്ട. ലിയഷ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫീ. ഇവിടെ എന്താണ്? ഏത് നിയമമാണോ അവിടെ വരുന്നത്? മദ് മുത്തസിലാണോ മുൻഫസിലാണോ? മുൻഫസിൽ. കാരണം ഫീ എന്നുള്ളതിലെ മദ്ദശ്വരമായ ഒരു വാക്കിലും ഹംസ വേറൊരു വാക്കിലുമാണ്, അതുകൊണ്ട് തന്നെ മുൻഫസിലാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നീട്ടി ഓതണം, അതിനാണ് ഇവിടെ ഈ അടയാളം കൊടുത്തിട്ടുള്ളത്. ഫീ അയ്യാമിൻ മഅലൂമാത്ത്.
ഇവിടെ വീണ്ടും ഇദ്ഗാം ബിഗുന്ന വന്നു. അതുകൊണ്ട് തന്നെ ഈ തെൻവീനിനെ ഈ മീമിലേക്ക് മണിച്ച് ചേർക്കണം. അപ്പം എങ്ങനെയാണ്? അയ്യാമിൻ മഅലൂമാത്ത്. ഇവിടെ മഅലൂമാത്തിൻ അലാമ റസഖഹും, ഇവിടെ ഇൽഹാറാണ്. അതുകൊണ്ടാണ് ഈ തെൻവീൻ ഇങ്ങനെ നേരെ കൊടുത്തത്. തെൻവീന് നേരെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇൽഹാറാണ്. അവിടെ ഇൻ എന്നുള്ള ഉച്ചാരണം വെളിവാകണം, മണിക്കരുത്. തെറ്റിച്ച് കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ ഇദ്ഗാം അല്ലെങ്കിൽ ഇഖ്ഫാ, ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നാണ് വരിക. അപ്പോൾ ഇവിടെ നേരെയാണ് കൊടുത്തത്, അതുകൊണ്ട് തന്നെ അവിടെ ഇൽഹാറാണ്. അയ്യാമിൻ മഅലൂമാത്തിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. ഈ മീമിനെ ഈ മീമിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പം മണിച്ച് ഓതണം. റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. ഇവിടെ ഈ നൂനിനെ എന്താക്കി മറിച്ചു? മീം ആക്കി മറിച്ചു. മിൻ എന്നുള്ളതിലെ ഇൻ എന്നുള്ള ഉച്ചാരണത്തെ ഇം എന്നാക്കിയിട്ട് മാറ്റി, മീമിൻ്റെ ഉച്ചാരണമാക്കി മാറ്റി. അങ്ങനെ മാറ്റണം എന്നതിന് വേണ്ടിയിട്ടാണ് ഈ അടയാളം ഇവിടെ കൊടുത്തത്. അപ്പോൾ മിൻ എന്നല്ല ഇവിടെ ഉച്ചരിക്കേണ്ടത്, മറിച്ച് എന്താണ്? മിം എന്നാണ്. ഒപ്പം തന്നെ മണിക്കും വേണം. മിൻ ബഹീമത്തിൽ അൻആം. അൻആം അവിടെയും ഇൽഹാർ വന്നു. ഫകുലൂ മിൻഹ, വീണ്ടും ഇൽഹാർ. ഫകുലൂ മിൻഹ വഅത്വ അത്വ തു എന്നുള്ള ഉച്ചാരണം അത് വെളിവാക്കണം. കാരണം ത്വ എന്നുള്ള അക്ഷരമാണ്, അതിന് സുക്കൂൻ വന്നാൽ അവിടെ കൽക്കലുണ്ട്. അതുകൊണ്ട് തന്നെ വഅത്വ തു തു എന്നുള്ള ആ ഉച്ചാരണം വ്യക്തമാകണം. വഅത്ഇമുൽ ബാഇസൽ ഫഖീർ. ഇവിടെ മദ് മുത്തസിൽ. ഇപ്പോൾ ഇവിടെ നിർബന്ധമായിട്ടും നീട്ടണം. കാരണം മദ്ദശരമായ അലിഫ് അതുപോലെ ഹംസ ഒക്കെ ഒരു വാക്കിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നിർബന്ധമായി നീട്ടണം. ഇങ്ങനെ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ. ഇർ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. അത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് എന്തുകൊണ്ടാണ് അത്. ഇനി തൊട്ടടുത്ത ആയത്ത് സുമ്മൽ യഖ്ളു. ഇവിടെ മീമ മുശദ്ദദാണ്, അതുകൊണ്ട് മണിക്കണം. സുമ്മൽ യഖ്ളു തഫസഹും 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 വൽയൂഫൂ നുദൂറഹും വൽയത്തവഫു. ഇവിടെ രണ്ട് അക്ഷരത്തിനും ഷദ്ദുണ്ട്. അപ്പോൾ നമ്മുടെ ഉച്ചാരണത്തിൽ ആ ഷദ്ദ് വരണം. വൽയത്തവഫു വൽയത്തവഫു ബിൽ ബൈത്തിൽ അതീഖ്. ഇവിടെ ഖാഫാണ്. അപ്പോൾ അവിടെ കൽക്കല എന്നുള്ള വിശേഷണം വരും. സുക്കൂനായിട്ടാണ് നമ്മൾ നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ എന്നുള്ള ആ ശബ്ദം പുറത്തേക്ക് വരണം. ബിൽ ബൈത്തിൽ അതീഖ്. ഇനി തൊട്ടടുത്ത വചനം ദാലിക വമൻ യുഅള്ളിം. അവിടെ ഇത് നിയമം വരുന്നേ ഇവിടെ ഏതാ? ഇദ്ഗാം ബിഗുന്ന. ഈ നൂനിനെ ഈ ആയിലേക്ക് മണിച്ച് ചേർക്കണം. അപ്പം എങ്ങനെ? വമൻ യുഅള്ളിം. യുഅള്ളിം എന്ന് ഉച്ചരിക്കുമ്പോൾ നാവ് നമ്മളെ പുറത്ത് കാണണം. എന്നാൽ അള്ളാ എന്ന് പറയുമ്പോൾ എന്താകരുത്? പുറത്ത് കാണുകയും ചെയ്യരുത്. ഉച്ചരിക്കുമ്പോൾ പുറത്ത് കാണണം. ഉച്ചരിക്കുമ്പോൾ ഉള്ളതുപോലെ തന്നെ യുഅള്ളിം യുഅള്ളിം ഹുറുമാറ്റില്ലാഹി ഫഹുവ ഖൈറുൽ ലഹു. ഇവിടെ ഇത് ബിലാവുന്നുണ്ട്. ഖൈറുൽ ലഹു ഇൻദ റബ്ബിഹ്. റബ്ബിഹ് ഈ ചിഹ്നം എന്തിനാ കൊടുത്തത്? അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്ത് ചെയ്യണമെന്നാ? എന്താ? ഇവിടെ നിർത്തൽ ഉത്തമമാണ്. ഇതിനാണ് ഈ ഖില എന്നുള്ള ചിഹ്നം കൊടുത്തത്. ഇത് വന്നാൽ ഇവിടെ നിർത്തലാണ് ഉത്തമം. റബ്ബി എന്നുള്ള ആ ഒരു ശബ്ദം വരണം. റബ്ബി വഉഹില്ലത് ലകുമുൽ അൻആമു ഇല്ലാ മാ യുത്ലാ അലൈക്കും സുല. ഇങ്ങനെ ഈ ചിഹ്നമാണ് വരുന്നെങ്കിൽ അവിടെ നിർത്താതെ ചേർത്തോതിലാണ് ഉത്തമം. എന്നാൽ നിർത്തുന്നത് കൊണ്ട് എന്തില്ല? വിരോധമില്ല. ഫജ്തനിബു ജ് ജ് ഇത് ഉച്ചരിക്കരുത്. ഫ ജ്. ഈ അലിഫ് ഹംസത്തുൽ അല്ലെങ്കിൽ ഹംസ ഹംസത്തുൽ വസ്ലാണ്. അതുകൊണ്ട് തന്നെ ചേർത്ത് എഴുതുമ്പോൾ ഉച്ചരിക്കരുത്.
ഫജ് ഫജ് ഇങ്ങോട്ട് നേരെ ചെലബ് ജീം അതിന് സുക്കൂനാണ്, അതുകൊണ്ട് തന്നെ അവിടെ കലക്കലുണ്ട്. ഫജ് 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 തനിബുർ റിജ്സ, വീണ്ടും ജീം സുക്കൂനായിട്ട് വന്നു, അവിടെയും കലക്കലുണ്ട്. റിജ് ജ് ജ് എന്നുള്ള ഉച്ചാരണം വ്യക്തമായി കേൾക്കണം. റിജ്സ റിജ്സ മിനൽ ഔസാൻ റിജ്സ മിനൽ ഔസാനി വജ്തനിബു ഖൗലസ്സൂർ വജ്തനിബു ഖൗലസ്സൂർ. സൂർ എന്ന് പറഞ്ഞിട്ട് നീട്ടി നിർത്തണം. ഇവിടെ വീണ്ടും കൽക്കല വന്നു. ലിയഷ്ഹദു ഷഹിദ യഷ്ഹദു. ഷഹിദ എന്നുള്ളതാണ് മാളി അഥവാ പാസ്റ്റ്. ഇത് മുലാരി പ്രസന്റ് ഓർ ഫ്യൂച്ചർ, ഒന്നുകിൽ വർത്തമാനം അല്ലെങ്കിൽ ഭാവി. ലിയഷ്ഹദു ലി വേണ്ടി എന്നർത്ഥം. ലിയഷ്ഹദു അവർ സന്നിഹിതരാകാൻ വേണ്ടി. മനാഫിഅ എന്താണ്? മനാഫിഅ എന്ന പ്രയോജനങ്ങൾ. മൻഫഅത്തുൻ ജംഅ മനാഫിഉൻ. മൻഫഅത്ത് എന്ന് പറഞ്ഞാൽ പ്രയോജനം, മനാഫിഉൻ എന്ന് പറഞ്ഞാൽ പ്രയോജനങ്ങൾ. ലഹും അവർക്ക്, അഥവാ ആ ഹജ്ജിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് പ്രയോജനങ്ങൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടി എന്നർത്ഥം. വയദ്കുറു ദക്കറ യദ്കുറു. വയദ്കുറു എന്ന് പറഞ്ഞാൽ അവർ കീർത്തനം ചെയ്യുവാൻ. ഇസ്മല്ലാഹ് ഇസ്മല്ലാഹി എന്ന അള്ളാഹുവിൻ്റെ നാമം. ഫി അയ്യാമിൻ ചില ദിവസങ്ങളിൽ. യൗമുൻ ജംഅ അയ്യാം. യൗമു എന്നുള്ളതിൻ്റെ ജംആണെന്ത്? അയ്യാം. യൗമുൻ എന്ന് പറഞ്ഞ ദിവസം, അയ്യാം ദിവസങ്ങൾ. മഅലൂമാറ്റ് അറിയപ്പെടുന്ന അറിയപ്പെട്ട ദിവസങ്ങൾ. അലാമാ റസഖഹും റസഖ ഇർസുഖു. അലാമാ റസഖഹും അവർക്ക് അവൻ നൽകിയതിനു മേൽ. റസഖ അവൻ നൽകി, റസഖഹും അവർക്ക് നൽകി. അലാമാ റസഖഹും പറഞ്ഞ അവർക്ക് നൽകിയതിനു മേൽ. അല എന്നതിൻ്റെ അർത്ഥം മേൽ എന്നാണ്. മിൻ ബഹീമത്തിൽ അൻആം. ബഹീമത്തിൽ അൻആം എന്ന് പറഞ്ഞാൽ കന്നുകാലി മൃഗങ്ങളാണ്, നാൽക്കാലി മൃഗങ്ങൾ. ഫകുലു ഫ അങ്ങനെ കുലു പറഞ്ഞെന്താ? നിങ്ങൾ തിന്നുക. അമ്രാൻ ഫിഅലുൽ അമ്രാൻ. അക്കല യഅ്കുലു കുൽ. കുലു എന്ന് പറയുന്നത് ഒരുപാട് ആളുകളോട് പറയുന്ന രീതിയാണ്. ഫകുലു അങ്ങനെ നിങ്ങൾ തിന്നുക. മിൻഹ അതിൽ നിന്ന്, അഥവാ ആ നാൽക്കാലി മൃഗങ്ങളിൽ നിന്ന്. ഫഅത്ഇമു നിങ്ങൾ ഭക്ഷിപ്പിക്കുക അല്ലെങ്കിൽ ഭക്ഷണം നൽകുക. ആരെ? അൽ ബായിസ് പരവശൻ, അൽ ഫഖീർ ദരിദ്രൻ. നന്നേ പരവശനായ, തീരെ വയ്യാത്ത ഒരാൾ, അങ്ങേറ്റത്തെ ദരിദ്രൻ. അതുപോലെ തന്നെ ഫഖീർ, അത് കുറച്ചുകൂടി മേലെയാണ് ഫക്കീറിനെ. ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ എന്താണ് ഈ പറഞ്ഞത്? അതിൻ്റെ അർത്ഥം ലിയഷ്ഹദു മനാഫി അലഹും. എന്താണ് ലിയഷ്ഹദു? നേടാൻ വേണ്ടി, സന്നിഹിതരാകാൻ വേണ്ടി. മനാഫി അലഹും അവർക്ക് പ്രയോജനകരമായ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആയത്തുകളിൽ എന്താണ് മനസ്സിലാക്കിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ കഅബാലയം, മസ്ജിദുൽ ഹറാം ഇത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. ശേഷം ആ പരിശുദ്ധ കഅബാലയം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ കൽപ്പന. അങ്ങനെ അദ്ദേഹം നിർമ്മിച്ചതിന് ശേഷം അത് നല്ല ശുദ്ധിയോടുകൂടി അവിടെ ആരാധനയ്ക്ക് വരുന്ന, തവാഫിന് വരുന്ന, അവിടെ ഇഅ്തികാഫ് ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽപ്പിച്ചു, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി, ജനങ്ങൾക്കിടയിൽ വിളംബരം ചെയ്യണം, ഹജ്ജ് തീർത്ഥാടനത്തിനായി പരിശുദ്ധ ഭവനത്തിലേക്ക് വരാൻ. അങ്ങനെ നീ വിളംബരം ചെയ്താൽ ആളുകൾ കാൽനടയായി, വാഹനപ്പുറത്തേറി വിദൂരമായ ദേശങ്ങളിൽ വ്യത്യസ്തമായ വഴികളിലൂടെ അവർ ഇങ്ങോട്ട് കടന്നു വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കൽപ്പിക്കുമ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മല മുകളിൽ കയറി നിന്നിട്ട് ഇപ്രകാരം വിളിച്ചു പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസി, മനുഷ്യരെ, ഇന്ന റബ്ബക്കും ഖദ് ഇത്തഖദ ബൈത, നിങ്ങളുടെ റബ്ബ് ഇവിടെ പരിശുദ്ധമായ ഒരു ഭവനം സ്ഥാപിച്ചിട്ടുണ്ട്. ഫഹുജ്ജു, അതിനാൽ ഈ ഭവനത്തിലേക്ക് നിങ്ങൾ ഹജ്ജ് തീർത്ഥാടകരായി കടന്നു വരും. അങ്ങനെ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് എന്തൊക്കെ പ്രയോജനങ്ങൾ ലഭിക്കും? അങ്ങനെ ആരെങ്കിലും അള്ളാഹുവിൻ്റെ വിളിക്കുത്തരമേകിയ പുണ്യഭൂമിയിൽ ഹജ്ജ് ലക്ഷ്യം വെച്ചെത്തിയാൽ
അവർക്ക് ലഭിക്കുന്ന നന്മകൾ, നേട്ടങ്ങളേറെ വലുതാണ്. അപ്പോൾ അവർ ഈ വരുന്നത് വഴി അവർക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട് ക്ഷണിക്കുന്നത് അതുവഴി അവർക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഉഖറവിയായ പ്രയോജനങ്ങളുണ്ട്, അതുപോലെ ദുനിയവിയായ പ്രയോജനങ്ങളുണ്ട്. ഉഖറവിയായ പ്രയോജനങ്ങൾ എന്താണ്? ഹജ്ജിന് വന്നാൽ നമ്മുടെ പാപങ്ങളൊക്കെ പൂർണ്ണമായി പൊറുക്കപ്പെടും. ഹജ്ജിന്റെ പ്രതിഫലം പറയുന്നിടത്ത് എങ്ങനെയാ? ഒരു ഉമ്മ പ്രസവിച്ച മോനെ പോലെ മടങ്ങി വരാനുള്ള തൗഫീഖ് ലഭിക്കും നമ്മുടെ ഹജ്ജ് അള്ളാഹു കബൂലാക്കിയിട്ടുണ്ടെങ്കിൽ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജിന്റെ പ്രതിഫലം, മറ്റൊരു ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അതിനുള്ള പ്രതിഫലം സ്വർഗം തന്നെയാണ്. അപ്പോൾ മഖ്ബൂലും മബ്റൂറുമായ ഒരു ഹജ്ജ് ഒരു വ്യക്തി ചെയ്യാൻ പറ്റിയാൽ അയാളുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും, ചെറുതോ വലുതോ ഇല്ലാതെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഒരു ഉമ്മ പ്രസവിച്ച മോനെ പോലെ പരിശുദ്ധിയോടുകൂടി അവൻ ആ പുണ്യഭൂമിയിൽ നിന്ന് മടങ്ങി വരുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ഭൂമിയിലേക്ക് പ്രസവിച്ച് വീണപ്പോൾ പാപത്തിന്റെ ഒരു കറ പോലും നമ്മുടെ ഹൃദയത്തിലില്ലായിരുന്നു. പൂർണ്ണ പരിശുദ്ധിയോടുകൂടിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ നമ്മൾ ജീവിച്ചു വന്നപ്പോൾ ഒരുപാട് പാപങ്ങളുടെ കറകൾ നമ്മുടെ ഹൃദയത്തെ ബാധിച്ചു, നമ്മുടെ ആത്മാവിനെ ബാധിച്ചു. നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞ കളവ് കൊണ്ട്, മറ്റുള്ളവരെ കുറ്റം പറയൽ നിമിത്തം, അല്ലെങ്കിൽ നമ്മുടെ കൈകൾ കൊണ്ട് പ്രവർത്തിച്ച തിന്മകൾ നിമിത്തം, അങ്ങനെ അള്ളാഹുവിടെ അനുസരണക്കേട് കാണിച്ചത് നിമിത്തം ഒരുപാട് പാപത്തിന്റെ കറകൾ നമ്മുടെ ഹൃദയത്തിൽ പറ്റിയിട്ടുണ്ട്. കറുത്ത പുള്ളികളായതൊക്കെ അവിടെ ഉണ്ട്. അത് പൂർണ്ണമായും മായ്ക്കപ്പെട്ട് ഒരു ഉമ്മ പ്രസവിച്ച മോനെപ്പോലെ പൂർണ്ണ പരിശുദ്ധിയോടെ, തെളിഞ്ഞ ഹൃദയത്തോടെ, തൂവള്ള വസ്ത്രം പോലെ പരിശുദ്ധമായ ഹൃദയത്തോടെ ആ പുണ്യഭൂമിയിൽ നിന്ന് മടങ്ങി വരാം. അതാണ് ഹജ്ജ് വഴി ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനം. രണ്ടാമത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എന്താണ്? മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗം തന്നെയാണ്, അള്ളാഹുവിന്റെ തൃപ്തിയാണ്. ഇങ്ങനെ പാരത്രികമായ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങൾ കരസ്ഥമാക്കാനാണ് ആ പുണ്യഭൂമിയിലേക്ക് ഹജ്ജിന് വേണ്ടി അള്ളാഹു ക്ഷണിച്ചത് എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ഭൗതികമായ കുറെ നേട്ടങ്ങളുണ്ട്. മുസ്ലിം ഐക്യത്തിന് അത് കാരണമാണ്. മുസ്ലിം സാഹോദര്യത്തിന്റെ വലിയ സംഗമമാണ് അവിടെ നടക്കുന്നത്. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവർ, വ്യത്യസ്ത രാജ്യങ്ങളിലുള്ളവർ, വ്യത്യസ്ത നിറത്തിലുള്ളവർ ആ പുണ്യഭൂമിയിൽ ഒരുമിച്ച് കൂടുകയാണ്. എല്ലാവരും ഒരേ വസ്ത്രമണിഞ്ഞ് ഒരേ മദ്രധ്വനികൾ പറഞ്ഞ്. അപ്പോൾ മാനവ ഐക്യത്തിന്റെ, മനുഷ്യ സാഹോദര്യത്തിന്റെ, മുസ്ലിം ഐക്യത്തിന്റെ വിളഭൂമിയാണത്. അപ്പം അതുവഴി മുസ്ലിം ഐക്യമുണ്ടാകുമെന്ന ഭൗതിക പ്രയോജനമുണ്ട്. പിന്നെ കുറേ ആളുകളെ നമുക്ക് ആ ഹജ്ജ് യാത്രയിൽ പരിചയപ്പെടാം. കുറേ ആളുകൾ കൂട്ടുകാരായി ലഭിക്കും. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഹജ്ജിന് പോകുമ്പോൾ നമ്മുടെ കൂടെ പോരുന്നവരൊന്നും മുമ്പ് നമുക്ക് പരിചയമുള്ളവരായിക്കൊള്ളണം എന്നില്ല, വ്യത്യസ്ത നാടുകളിലുള്ളവരാണ്. പിന്നെ ആ നാട്ടിലെത്തിയാൽ അവിടെ ഹജ്ജിന് വരുന്നത് ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ വ്യത്യസ്ത മനുഷ്യരാണ്. അപ്പോൾ കുറേ ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ, പരിചയപ്പെടാൻ, ഇങ്ങനെ ഒരുപാട് ഭൗതിക പ്രയോജനങ്ങളുണ്ട്. മുസ്ലിം ഐക്യത്തിന് അത് കാരണമാണ്. മുസ്ലിം നാടുകളുടെ ഐക്യത്തിന് ആ ഹജ്ജ് എന്ന മഹത്തായ കർമ്മം കാരണമാണ്. അപ്പോൾ ഭൗതികമായ പ്രയോജനങ്ങളുണ്ട്, അതുപോലെ തന്നെ പാരത്രികമായ പ്രയോജനങ്ങളും അതുവഴിയുണ്ട്. ലോക മുസ്ലിമീങ്ങളോടൊന്നിച്ച് ആരാധന നിർവഹിക്കാനുള്ള അവസരമാണ് നമുക്ക് ഒരുങ്ങുന്നത്. ഇപ്പം നമ്മുടെ മസ്ജിദിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടാറുണ്ട്. അത് ഈ നാട്ടിലെ ആളുകൾ മാത്രമാണ്. എന്നാൽ ഹജ്ജിന് അവിടെ വരുന്നത് ഏതെങ്കിലും ഒരു രാജ്യക്കാരല്ല, എല്ലാ രാജ്യത്തെ മുസ്ലിമീങ്ങളും ആ പുണ്യഭൂമിയിലെത്തുന്നു. അത്രയും ഈ ലോക മുസ്ലിമീങ്ങളോടൊപ്പം ആരാധന നിർവഹിക്കാനുള്ള, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കൂടെ അള്ളാഹുവിനെ സ്മരിക്കാനും ആരാധനകൾ നിർവഹിക്കാനുമുള്ള അവസരം നമുക്ക് ഒരുങ്ങണം. ഇങ്ങനെ ഒരുപാട് ഭൗതികവും പാരത്രികവുമായ പ്രയോജനങ്ങൾ അത് കൊണ്ടുണ്ട്. അപ്പം ആ ഒരു പ്രയോജനം കരസ്ഥമാക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പുണ്യഭൂമിയിലേക്ക് ഹജ്ജ് ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നത് എന്നുള്ളതാണ് ഈ ആയത്തിൻ്റെ ഈ ഭാഗം നമ്മൾ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വയദ്കുറു ഇസ്മല്ലാഹ്, അത് മാത്രമല്ല ഒരുപാട് പ്രയോജനമുണ്ട്. പിന്നെന്താണ്? വയദ്കുറു ഇസ്മല്ലാഹ്, അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കണം. ഫി അയ്യാമി മഅലൂമാത്ത്, ആ നിർണയിക്കപ്പെട്ട ദിവസങ്ങളിൽ. ഇപ്പോൾ ദുൽഹിജ്ജ 1 തൊട്ട് 13 വരെയുള്ള ദിവസങ്ങൾ പ്രത്യേകം പവിത്രമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഇതിനേക്കാളും പവിത്രമായ വേറൊരു ദിവസമോ വേറൊരു സമയമോ ഇല്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞു ഫഅക്ഫിറൂ, നിങ്ങൾ വർദ്ധിപ്പിക്കണം. ഫഅക്ഫിറൂ മിനത്ത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദി വത്തസ്ബീഹി, ആ ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുന്നത് വർദ്ധിപ്പിക്കണം. അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായി വാഴ്ത്തണം, പ്രകീർത്തിക്കണം. തഹ്ലീൽ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്താണ്.
തഹ്മീദ് എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ല എന്ന കലിമത്തിലൂടെ അള്ളാഹുവിനെ സ്തുതിക്കലാണ്, അള്ളാഹുവോട് നന്ദി പ്രകാശിപ്പിക്കലാണ്. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തലാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ആ സന്ദർഭത്തിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്നൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത് കാണാം. ഇപ്പൊ നിർണയിക്കപ്പെട്ട ദിവസങ്ങളാണത്. അതാണ് അയ്യാമി മഅലൂമാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമം പ്രത്യേകം സ്മരിക്കാൻ വേണ്ടി നിർണയിച്ച ദിവസങ്ങളാണ്. അതിൽ തന്നെ തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ബലികർമ്മത്തെ കുറിച്ചാണ്. ഈ ബലികർമ്മം, ആ ബലി അറുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം അള്ളാഹുവിനെ സ്മരിക്കേണ്ടതുണ്ട്. ബലി അറുക്കുമ്പോൾ എന്താ പറയേണ്ടത്? ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിയിട്ടാണ് ബലികർമ്മം നിർവഹിക്കേണ്ടത്. പിന്നെ അതിന് സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് നിർണിതമായ ദിവസങ്ങൾ. ഏത് ദിവസമാണ് നമുക്ക് ബലിയിറക്കാൻ പറ്റുക? ഏത് ദിവസം തൊട്ടാ തുടങ്ങുക? ഏത് ദിവസം തൊട്ടാ? ദുൽഹിജ്ജ 10 തൊട്ട് അല്ലേ? അത് പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പാണോ ശേഷമാണോ? പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ആണ് തുടങ്ങുക. അതിനു മുമ്പ് നമ്മൾ അറുത്താൽ അത് ഉലുഹിയത്ത് ആകൂല. നമ്മൾ സാധാരണ ഒരു മൃഗത്തെ അറുത്തു എന്നുള്ളതേ ഉള്ളൂ. ഉലുഹിയത്ത് ആകണമെങ്കിൽ നമസ്കാരം കഴിഞ്ഞിട്ട് അറുക്കണം. എത്ര ദിവസം വരെ പറ്റും? ദുൽഹിജ്ജ 13-ാമത്തെ ദിവസം മഗ്രിബ് ആകുന്നതിൻ്റെ മുമ്പ് വരെ നമുക്ക് അവസരമുണ്ട്. ഏറ്റവും ശ്രേഷ്ഠം ദുൽഹിജ്ജ 10-ന് ബലി പെരുന്നാളിൻ്റെ സുദിനത്തിൽ അറുക്കുന്നതാണ്. ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായൊരു സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അറുത്താലും ഈ പറഞ്ഞ ഉലുഹിയ്യത്തിൽ പെടൂല, ഈ പറഞ്ഞതിൻ്റെ മുമ്പ് അറുത്താലും അതിൽ പെടൂല. അപ്പം അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിർണിതമായ ദിവസങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, കന്നുകാലി മൃഗങ്ങളുടെ പേരിൽ അപ്പം നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കണം എന്ന് പറഞ്ഞാൽ ബലി അർപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ബഹീമത്തുൽ അൻആം. അപ്പോൾ ബലി അറക്കേണ്ടത് 4 കാലി മൃഗങ്ങളാണ്. ഏതൊക്കെ? ആട്, മാട്, ഒട്ടകം, അല്ലാതെ കോഴി ഇങ്ങനത്തെ ചെറിയ മൃഗങ്ങളല്ല. അപ്പോൾ അതിവിടെ കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ബഹീമത്തുൽ അൻആം എന്ന് പറഞ്ഞത്. അതിൽപ്പെടെ ഇതാണ് ആട് പെടും, അതുപോലെ മാട്, പിന്നെ ഒട്ടകം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മാ റസഖഹും, അവർക്ക് നാം നൽകിയതിൽ നിന്നാണ്. അപ്പം അത് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. അപ്പം നമുക്ക് ലഭിച്ച സമ്പത്ത്, നമുക്ക് ലഭിച്ച 4 കാലി മൃഗങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ അള്ളാഹ് നൽകിയതാണ്. അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നമുക്ക് ലഭിച്ചതാണ്. അപ്പം അതിൽ നിന്ന് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചിട്ട് നമ്മൾ ചെലവഴിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അള്ളാഹു നൽകിയതിൻ്റെ നന്ദി പ്രകടനം കൂടിയാണ്. റബ്ബ് നമുക്ക് നൽകിയ സമ്പത്തിൻ്റെ, നമുക്ക് നൽകിയ 4 കാലി മൃഗങ്ങളുടെ, മറ്റ് സൗകര്യങ്ങളുടെ ഒരു നന്ദി പ്രകടനം കൂടിയാണ് എന്ത്? ബലികർമ്മം നിർവഹിക്കുക എന്നത് ഈ വാക്ക് പ്രത്യേകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അള്ളാഹു പറഞ്ഞ മാ റസഖഹും, നാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയതിൽ നിന്ന്, അതിനുമേൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുക എന്നുള്ളതാണ്. ഇത് അള്ളാഹ് നൽകിയതാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അതിനുള്ള നന്ദി പ്രകാശനം കൂടിയാണ് ബലികർമ്മം എന്നുള്ളത് ഈ ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ ബലികർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഫക്കുലു മിൻഹ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിച്ചുകൊള്ളി. ഈ ബലിമൃഗത്തിൻ്റെ മാംസം അത് അറുത്ത ആളുകൾക്ക് ഭക്ഷിക്കാം. എന്തുകൊണ്ടാണത്? അതിൻ്റെ പ്രയോജനം ആ അറുത്ത ആളുകൾക്കും കിട്ടണം എന്ന് അല്ലാഹു നിശ്ചയിച്ചത് കൊണ്ടാണ്. ഒരു നേർച്ചയാക്കി നമ്മൾ പാവങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് ഒരു മൃഗത്തെ, അങ്ങനെ അതിനറുത്താൽ അതിൽ നിന്ന് ഭക്ഷിക്കാൻ പറ്റുമോ? അത് പാവങ്ങൾക്ക് തന്നെ കൊടുക്കണം. നമ്മളത് പാവങ്ങൾക്ക് വേണ്ടി നേർച്ചയാക്കിയതാണ്. എന്നാൽ ഉളുഹിയ്യത്തിന്റെ മാംസം അത് അറക്കുന്ന ആളുകൾക്കും ഭക്ഷിക്കാം. അത് അള്ളാഹു അനുവദിച്ചതാണ്, അള്ളാഹു കൽപ്പിച്ചതാണ്. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക. അതുപോലെ തന്നെ ബായിസിനെ ഭക്ഷിപ്പിക്കുക. അഥവാ കഠിനമായ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ടാവും നമ്മുടെ നാടുകളിൽ, അവരെ. അതുപോലെ തന്നെ ഫക്കീർ, ആവശ്യത്തിന് തികയാത്ത വകയില്ലാത്ത ആളുകളെ. ഇപ്പൊ നമ്മൾ അറക്കുന്ന അറവ് മൃഗത്തിന്റെ ഒരു ചെറിയ പങ്കെങ്കിലും പാവപ്പെട്ട ആളുകൾക്ക് ലഭിക്കണം എന്ന വിഷയത്തിൽ നമുക്ക് ഒരു കാർക്കശ്യ ബുദ്ധി ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഉലുഹിയ്യത്ത് അറുത്ത് കഴിഞ്ഞാൽ അതിന്റെ മാംസം നമുക്ക് ഉപയോഗിക്കാം, നമ്മുടെ കുടുംബ ബന്ധം ചേർക്കുന്നതിന് വേണ്ടി നമ്മുടെ കുടുംബക്കാർക്ക് നൽകാം, നമ്മുടെ കൂട്ടുകാർക്കിടയിൽ വിതരണം ചെയ്യാം. എന്നാൽ അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ചെറിയ പങ്കെങ്കിലും വളരെ പ്രയാസപ്പെടുന്ന, പെരുന്നാളൊക്കെ വന്നാൽ മാത്രം ഈ പറഞ്ഞ മാംസമൊക്കെ വാങ്ങാൻ സാധിക്കുന്ന
അത്തരത്തിൽ പാവങ്ങളായ ആളുകൾക്ക് വിതരണം ചെയ്യാൻ, അവരിലേക്ക് എത്തിക്കാൻ കൂടിയുള്ളൊരു ശ്രമം നമ്മളിൽ ഉണ്ടാകണം എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഈ കൽപ്പന നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അപ്പം എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്? ഒന്ന്, നമ്മുടെ കാരുണ്യം, ആളുകളോട് നമ്മൾ കാണിക്കുന്ന കാരുണ്യം അത് വളർത്തുക എന്നുള്ളതാണ്. പാവങ്ങളെ, പ്രയാസപ്പെടുന്നവരെ, അവരുടെ കണ്ണീരൊപ്പുക, അവരെ ഭക്ഷിപ്പിക്കുക എന്നുള്ള ഒരു നല്ല ഗുണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നുണ്ട്. മറ്റൊന്ന് ഐക്യമാണ്. ഇപ്പം നമ്മൾ ഒരു മൃഗത്തെ അറുത്തു, അതിൻ്റെ മാംസം നമ്മുടെ കുടുംബക്കാർക്ക് നൽകുമ്പോൾ അവർക്ക് നമ്മളോട് സ്നേഹം വരും. നമ്മുടെ കൂട്ടുകാർക്ക് നൽകുമ്പോൾ അവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവും. അപ്പം നൽകുന്ന ആളുകളോട് എപ്പോഴും ആളുകൾക്ക് ഇഷ്ടമാണ്, സ്നേഹമാണ്. അപ്പം അങ്ങനെ നമ്മുടെ കുടുംബ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ, നമ്മുടെ സൗഹൃദ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ, സാമൂഹിക ബന്ധത്തിൽ ഐക്യമുണ്ടാകാൻ, അതോടൊപ്പം തന്നെ പാവങ്ങളോട് കാരുണ്യമായിട്ട് കൊണ്ടുകൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ആയത്തിൻ്റെ ഈ ഭാഗം നമ്മൾ പഠിപ്പിക്കുന്നത്. പിന്നെ ഈ തൊട്ടടുത്ത ആയത്ത് നോക്കിയുള്ളൂ. സുമ്മ, പിന്നെ ബലികർമ്മം കഴിഞ്ഞു, പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അനന്തരം. സുമ്മ പറഞ്ഞാൽ പിന്നെ. സുമ്മൽ യഖ്ലു, അവർ നിർവഹിക്കട്ടെ. ഖള യഖ്ലി യഖ്ലു. അപ്പം എന്താണ്? ഖള പറഞ്ഞാൽ നിർവഹിച്ചു, അവർ നിർവഹിക്കട്ടെ. സുമ്മൽ യഖ്ലു, ഇത് അംറാണ്. സുമ്മൽ യഖ്ലു, പിന്നെ അനന്തരം അവർ നിർവഹിക്കട്ടെ. ആ ഹജ്ജ് ചെയ്യുന്ന ആളുകൾ, അവരെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. ഹജ്ജിനെ കുറിച്ചാണല്ലോ പറയുന്നത്. ഇപ്പോൾ ഒരു ബലികർമ്മം നിർവഹിച്ചു കഴിഞ്ഞു. സുമ്മൽ യഖ്ലു, ശേഷം അവർ നിർവഹിക്കട്ടെ. തഫസഹും, അവരുടെ അഴുക്ക് നീക്കൽ. തഫസുൻ എന്ന് പറഞ്ഞാൽ അഴുക്ക്, തഫസഹും പറഞ്ഞാൽ അവരുടെ അഴുക്ക്. അപ്പൊ തഫസഹും, അവരുടെ അഴുക്ക് നീക്കൽ അവർ നിർവഹിക്കട്ടെ. വൽ യൂഫു, അവർ നിറവേറ്റട്ടെ. വൽ യൂഫു, അവർ നിറവേറ്റട്ടെ. ഔഫ എന്നുള്ളതാണ് അതിൻ്റെ മാളി. നുദൂറഹും, അവരുടെ നേർച്ചകൾ. നദർ, നുദൂർ. നദർ പറഞ്ഞ നേർച്ച, നുദൂർ എന്ന് പറഞ്ഞാൽ എന്താ? നേർച്ചകൾ. അപ്പൊ അവരവരുടെ നേർച്ചകൾ നിറവേറ്റട്ടെ. വൽ യത്തവഫു, അവർ തവാഫ് ചെയ്യുകയും ചെയ്യട്ടെ. വൽ യത്തവഫു, അവർ തവാഫ് ചെയ്യട്ടെ. ബിൽ ബൈത്തി, വീടിനെ. അൽ അതീഖ്, പുരാതനമായ അല്ലെങ്കിൽ വിമുക്തമായ, ആ പുരാതനമായ ഭവനത്തെ അവർ തവാഫ് ചെയ്യുകയും ചെയ്യട്ടെ. ഇപ്പം ഹജ്ജിൻ്റെ കർമ്മങ്ങളുടെ ഒരു രത്നച്ചുരുക്കമാണ്. ഹജ്ജിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പം ആദ്യം എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? സുമ്മ, പിന്നെ. കാരണം ബലികർമ്മം നിർവഹിച്ചു കഴിഞ്ഞു, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സുമ്മൽ യഖ്ലു, ആ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ബലികർമ്മത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്കും ഈ പറഞ്ഞ ആ ദിവസങ്ങളിൽ എന്ത് പറ്റൂല? മുടിയെടുക്കാൻ പറ്റൂല, നഖെടുക്കാൻ പറ്റൂല എന്നുള്ളൊക്കെ നിബന്ധനകളുണ്ട്. അതേപോലെ തന്നെയാണ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ സുമ്മൽ യഖ്ലു തഫസഹും, അവർ തങ്ങളുടെ അഴുക്കുകൾ പിന്നെ നീക്കിക്കളയട്ടെ. വൽ യൂഫു നുദൂറഹും, വൽ യൂഫു നുദൂറഹും പറഞ്ഞാൽ അവർ അവരുടെ നേർച്ചകൾ നിറവേറ്റട്ടെ. വൽ യത്തവഫു ബിൽ ബൈത്തിൽ അതീഖ്, ആ പുരാതനമായ ഗേഹത്തെ അവർ പ്രദക്ഷിണം ചെയ്യട്ടെ, തവാഫ് ചെയ്യട്ടെ. അപ്പം 3 കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വിശ്വാസികളോട് കൽപ്പിക്കുന്നത്. ഒന്നെന്താണ്? സുമ്മൽ യഖ്ലു തഫസഹും, അവരവരുടെ അഴുക്ക് നീക്കട്ടെ. ഇപ്പോൾ ഒരാൾ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്തൊക്കെ പറ്റൂല? നഖം വെട്ടാൻ പറ്റൂല, മുടി വെട്ടാൻ പറ്റൂല, സുഗന്ധം ഉപയോഗിക്കാൻ പറ്റൂല. അപ്പം അതുവരെ അയാളുടെ ശരീരത്തിലുണ്ടായ ഈ ചേർന്ന എല്ലാ അഴുക്കുകളും അയാൾ ഒഴിവാക്കട്ടെ എന്നാണ്. എന്താണ്? തഹല്ലുൽ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ മുടി എടുക്കണം. ഒന്നുകിൽ മുടി എന്താക്കണ്ടേ? ഹജ്ജ് ചെയ്ത ആൾക്കാരില്ലേ, എന്താ ചെയ്യണ്ടേ? വടിക്കണം. അതിനെന്താ പറയാ? ഹൽക്ക്. അല്ലെങ്കിലോ ചെറുതാക്കണം. അതുപോലെ തന്നെ കുളിക്കണം, വൃത്തിയാകണം. ഇതൊക്കെ ഉണ്ട്. ഇതിലൂടെ അതുവരെ ഉണ്ടായിരുന്ന അഴുക്കൊക്കെ മാറി നമ്മളൊരു ശുദ്ധിയാവുകയാണ്. അപ്പോൾ ആദ്യത്തെ തഹല്ലുലാണ് അതുവഴി സംഭവിക്കുന്നത്, ആ ഇഹ്റാമിൽ നിന്നുള്ള മോചനം. അതോടുകൂടി നമുക്ക് പിന്നെ സുഗന്ധം ഉപയോഗിക്കാം, ഈ പറഞ്ഞ പോലെ മുടി കളയാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഭാര്യയുമായി അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുള്ള ശാരീരിക ബന്ധമൊഴിച്ച് അതൊക്കെ ആ സന്ദർഭത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെന്തായി? തഹല്ലുലായി. അതൊക്കെ നമുക്ക് ഇതുവരെ ഹറാമായിരുന്നു, ഇതിന് ശേഷം ഹലാലായി. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വൽ യൂഫു നുദൂറഹും, അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ നേർച്ച നിറവേറ്റണം. എന്താണ് നേർച്ച പറഞ്ഞാൽ?
നേർച്ച പറഞ്ഞാൽ നമുക്ക് എന്താ നമ്മുടെ മനസ്സിലേക്ക് വരിക? ഇവിടുത്തെ ബദരീങ്ങളെ ആണ്ട് നേർച്ച അല്ലേ? എന്താണ് ശരിക്കും നേർച്ച എന്ന് പറഞ്ഞാൽ? എന്താണ് നേർച്ച? അള്ളാഹുവിൻ്റെ വേണ്ടി നേർച്ചയാക്കുക. എപ്പോഴാണ് ഒരു കാര്യം നേർച്ചയാകുക? അല്ലെങ്കിൽ എങ്ങനെയാണ് നേർച്ച എന്ന് പറഞ്ഞാൽ? സുന്നത്തിനെ ഫർളാക്കുന്നതിൻ്റെ പേരാണ് എന്ത്? നേർച്ച എന്നുള്ളത്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, തിങ്കളാഴ്ചത്തെ നോമ്പ് അത് സുന്നത്താണ്. ഇങ്ങനെ ഐച്ഛികമായ നന്മയായി പഠിപ്പിക്കുന്ന എടുക്കൽ നമുക്ക് നിർബന്ധമല്ല, സുന്നത്തായ കാര്യമാണ്. അപ്പം അത് നമ്മൾ നിർബന്ധമാക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇനി 2 മാസത്തിന് എല്ലാ തിങ്കളാഴ്ചയും ഞാൻ നോമ്പ് നോക്കും എന്ന് നേർച്ചയാക്കിയാൽ പിന്നെ അതെന്തായി? നമുക്ക് നിർബന്ധമായി. പിന്നെ അത് പൂർത്തീകരിക്കുക എന്നുള്ളത് വാജിബാണ്. ഇല്ല എങ്കിൽ പിന്നെ അങ്ങനെ നമ്മൾ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിന് കഫാറത്ത് കൊടുക്കണം. അപ്പം അങ്ങനെ നേർച്ചയാക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ സത്യം ചെയ്താലും നേർച്ചയാക്കിയാലും അത് ചെയ്തിട്ടില്ലെങ്കിൽ അതിനുള്ള കഫാറത്ത് ഒന്നാണ്. എന്താണ്? ഒന്ന് 10 പാവങ്ങൾക്ക് ഭക്ഷണം നൽകുക, അല്ലെങ്കിൽ 3 ദിവസം നോമ്പ് വെക്കുക, അല്ലെങ്കിൽ 10 പാവങ്ങൾക്ക് വസ്ത്രം നൽകുക. ഇതാണ് അതിൻ്റെ പ്രായച്ചിത്തം. അപ്പോൾ ഒരു നേർച്ചയാകണമെങ്കിൽ അതിൽ ചില നിബന്ധനകളുണ്ട്. ഒന്ന്, അള്ളാഹുവിന് വേണ്ടി മാത്രമേ നമ്മൾ എന്താക്കാൻ പാടുള്ളൂ? നേർച്ചയാക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണത് ആരാധനയാകുക. അപ്പം അള്ളാഹുവിന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലവും അള്ളാഹുവിൻ്റെ പ്രീതിയും കാംക്ഷിച്ച് മാത്രമേ നേർച്ചയാക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നമ്മൾ വേറെ ഏതെങ്കിലും മഹാന്മാരുടെ പ്രീതിയൊക്കെ കാംക്ഷിച്ചിട്ടാണ് നേർച്ചയാക്കുന്നതെങ്കിൽ ആ ആരാധന അവർക്ക് സമർപ്പിക്കലാണ്. അത് ശിർക്കാണ്. കാരണം നേർച്ച എന്നുള്ളത് ആരാധനയാണ്. അപ്പം അത് അള്ളാഹുവിന് വേണ്ടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നല്ല കാര്യങ്ങൾ മാത്രമേ നേർച്ചയാക്കാൻ പറ്റുള്ളൂ. ദീന് പഠിപ്പിക്കുന്ന, ശറഅ് പഠിപ്പിക്കുന്ന നന്മകൾ, സുന്നത്തായ കാര്യങ്ങൾ, അത് മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ? നേർച്ചയാക്കാൻ പറ്റുള്ളൂ. തെറ്റായ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് നേർച്ചയാക്കാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാനും പാടില്ല. അപ്പം നന്മകളാണ് നമ്മളിങ്ങനെ നേർച്ചയാക്കേണ്ടത്. അത് ഇത്ര പൈസ ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുമെന്നുള്ളതാകാം, അല്ലെങ്കിൽ ഇത്ര ദിവസം ഞാൻ സുന്നത്ത് നോമ്പ് എടുക്കുമെന്നുള്ളതാകാം, ഇങ്ങനെ എന്തും ആകാം. അങ്ങനെ നന്മകൾ മാത്രമേ നേർച്ചയാക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്തേത്, നേർച്ചയാക്കുമ്പോൾ നമുക്ക് കഴിയുന്നത് മാത്രമേ നേർച്ചയാക്കാൻ പറ്റുള്ളൂ. ഒരാൾക്ക് കഴിയാത്തത്, ഞാൻ 1 കോടി റുപ്യ ദാനം ചെയ്യും എന്നുള്ള പ്രതിജ്ഞ അല്ലെങ്കിൽ നേർച്ച ഒരാൾ നേർന്നു, അയാളുടെ കയ്യിൽ പിന്നെ 1 ലക്ഷം പോലും എടുക്കാനില്ല, അങ്ങനെ പറ്റുമോ? പറ്റൂല. നമുക്ക് കഴിയുന്നത് മാത്രമേ നേർച്ചയാക്കാൻ പറ്റുള്ളൂ. 4ാമത്തെ നിബന്ധന, നിർബന്ധ കാര്യങ്ങൾക്ക് എന്തില്ല? നേർച്ചയില്ല. ഞാൻ ഈ 1 മാസം മുഴുവൻ 5 നേരത്തെ നമസ്കാരം നിർവഹിക്കുന്ന നേർച്ചയാക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. കാരണം അതെന്താണ്? നമുക്ക് മുതൽ ഓൾറെഡി ഫർളാണ്. സുന്നത്തായ ഒരു കാര്യം ഫർളാക്കുന്നതിനാണ് എന്ത് പറയാ? നേർച്ച എന്ന് പറയാം. അപ്പം ഇതാണ് നേർച്ച എന്നുള്ളത്. എന്താണ് നേർച്ച എന്നുള്ളത് പറയാനാണ് ഇത്ര പറഞ്ഞത്. അപ്പോൾ ഒരു വ്യക്തി ഹജ്ജ് ചെയ്യുന്ന വേളയിൽ എന്തെങ്കിലുമൊക്കെ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ കൂടുതൽ മൃഗങ്ങളെ ബലി ഇറക്കുന്നോ, ഇത്ര രൂപ ദാനം ചെയ്യുന്നോ, അങ്ങനെ എന്തെങ്കിലും നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്താക്കണം? പൂർത്തീകരിക്കണം. അത് അള്ളാഹുമായിട്ടുള്ള കരാറാണ്, അത് ലംഘിക്കരുത്. അത് പ്രധാനമാണ്. പിന്നെ നേർച്ച എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നേർച്ചയുടെ രീതി അത് ദീനെ പ്രോത്സാഹിപ്പിക്കാത്തതാണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇങ്ങനെ നേർച്ചയാക്കുക, എൻ്റെ രോഗം മാറുകയാണെങ്കിൽ ഞാൻ ഇത്ര റുപ്യ അള്ളാഹിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യും, അല്ലെങ്കിൽ 10 ആളുകൾക്ക് ഭക്ഷണം നൽകും. ഇങ്ങനെ ഒരു നേർച്ച ദീന് പ്രോത്സാഹിപ്പിക്കുന്നു. ഇതൊരു കൈക്കൂലി എടുക്കണ മാതിരിയാണ്. കാര്യം നടത്തി തന്നാ ഞാൻ തരാം. ഒന്നാമത്തെ കാര്യം, അങ്ങനെ നേർച്ചയാക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രയാസം തീരൂല. അതും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, നേർച്ച വിധിയെ തടുക്കൂല. അപ്പം അങ്ങനെ ഒരു നേർച്ചയില്ല. ഇത് എൻ്റെ ഒരു കാര്യം നടത്തി തരികയാണെങ്കിൽ ഞാൻ തരാം. നമ്മളിപ്പോൾ ഒരാൾക്ക് കൈക്കൂലി കൊടുക്കണ പോലെ ആ ഒരു രീതിയിലെ നേർച്ച അള്ളാഹുവിൻ്റെ റസൂൽ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവേ നമ്മുടെ നാട്ടിൽ കാണുന്ന നേർച്ചയുടെ രീതി എങ്ങനെയാണ്? ഇന്നത് നടത്തി തരികയാണെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു നിബന്ധന വെച്ചിട്ടുള്ള, ഒരാൾക്ക് കൈക്കൂലി കൊടുത്ത് കാര്യം നേടുന്നത് പോലെ അള്ളാഹുവിനെ കാണുന്ന രീതിയിലുള്ള നേർച്ച പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒരാൾ അങ്ങനെ ചെയ്തു പോയാൽ, അറിയാതെ അയാളുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയാൽ, അയാൾ ആ നേർച്ച നിറവേറ്റുകയും വേണം. പക്ഷേ അങ്ങനെ നേർച്ച ചെയ്യരുത്, അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല. അള്ളാഹുവിൻ്റെ റസൂൽ അതിനെക്കുറിച്ച് വിമർശിച്ചിട്ടുണ്ട്. അതുകൂടി നമ്മൾ കൂട്ടത്തിൽ ചേർത്ത് മനസ്സിലാക്കുക. അപ്പം ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇതേപോലെ നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ ആ നേർച്ച പൂർത്തീകരിക്കുക എന്നുള്ളത് അവൻ്റെ ബാധ്യതയാണ് എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുന്നത്. ഇനി മൂന്നാമത്തത് ഹജ്ജുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, അവൻ തവാഫ് ചെയ്യട്ടെ. ബൈത്തുൽ അതീഖ് പറഞ്ഞാൽ ഏതാണ്? പരിശുദ്ധ കഅബാലയം. പുരാതനമായ ഭവൻ എന്ന് പറയാൻ ഏറ്റവും ആദ്യം നിർമ്മിക്കപ്പെട്ട ഭവനാണ് ഏത്?
പരിശുദ്ധ കഅബാലയം. അതുകൊണ്ട് തന്നെയാണ് അതിനെ പുരാതനമായ ഭവനം എന്ന് പറയുന്നത്. അതിനെ തവാഫ് ചെയ്യട്ടെ, അത് ഹജ്ജുമായി ബന്ധപ്പെട്ടതാണ്. തവാഫുൽ ഇഫാ അള്ളാ എന്ന് പറയും. അതിന് അറഫിൽ നിന്നുള്ള മടക്കത്തിന് ശേഷം നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട തവാഫാണ്. ഹജ്ജിൻ്റെ അഭിവാജ്യ ഘടകമാണ് റുക്ന. അപ്പം ഈ 3 കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ 3 ഇപ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതും ഇതിൻ്റെ മുമ്പുള്ള ആയത്തുകളിലൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്. ഒന്ന്, ഹജ്ജിന് വേണ്ടി ക്ഷണിച്ചു. പിന്നെ എന്തിനാണ് ഹജ്ജിന് നമ്മൾ സന്നിഹിതരാകുന്നത്, ഇതുവഴി ഒരുപാട് പ്രയോജനമുണ്ട്. പിന്നെ ഹജ്ജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇങ്ങനെ ആ ഒരു ഓർഡറിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളെ ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ ബൈത്തുൽ അതീഖ് എന്നുള്ളതിന് മോചിപ്പിക്കപ്പെട്ടത് എന്ന അർത്ഥമുണ്ട്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമികളിൽ നിന്ന് അതിനെ സംരക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന ചരിത്രമാണ് അല്ലേ? അത് ഏത് സൂറത്തിലാണ് പറയുന്നത്? ചെറിയൊരു സൂറത്താണ്, സൂറത്തുൽ ഫീൽ. അബ്രഹത്ത്. അപ്പൊ രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം നിശ്ചയിച്ചാൽ അത് നടക്കൂ എന്നുള്ളതും മനുഷ്യര് അവര് തീരുമാനിച്ചാൽ അത് നടക്കൂല എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ്. പരിശുദ്ധ കഅബാലയം അത്ര ഭംഗിയുള്ളതൊന്നുമില്ല, പക്ഷെ ആളുകൾ അങ്ങോട്ട് ഇങ്ങനെ ഒഴുകി വരികയാണ്. മനുഷ്യരുടെ ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ക്രിസ്ത്യാനിയായ രാജാവിന് ഇതിൽ അസൂയ. അപ്പം അയാൾ യമനിൽ അയാളുടെ നാട്ടിൽ വളരെ മനോഹരമായ ഒരു ആരാധനാ മന്ദിരം പണിതു. എന്നിട്ട് അങ്ങോട്ട് ക്ഷണിച്ചു. പക്ഷെ ഒരാളും അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ ആളുകൾ എങ്ങോട്ട് തന്നെയാണ് പോണത്? ഇങ്ങോട്ട് തന്നെയാണ്. ഈ അബ്രഹത്ത് എന്ന ഈ ഭരണാധികാരി വലിയ പടയുമായി പരിശുദ്ധ കഅബാലയത്തെ ആക്രമിക്കാൻ വരുന്നതും ഇപ്പം അള്ളാഹുവിൻ്റെ സൈന്യത്തെ അയച്ചവരെ പരാജയപ്പെടുത്തുന്നതാണ് അതിൻ്റെ സൂറത്തിലുള്ള കാര്യങ്ങൾ. അപ്പം അതുകൂടി ഈ ഇതിലേക്ക് ചേർത്ത് ഉലമാക്കൾ വിശദീകരിക്കുന്നതാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മോചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ വളരെ മനോഹരമായ കഅബയേക്കാളും മനോഹരമായൊരു മന്ദിരം പണിത് അതിലേക്ക് ആളുകളെ ക്ഷണിച്ചിട്ട് ഒരാൾ പോലും വന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഇന്ന് അങ്ങനൊരു സംഭവം തന്നെ ലോകത്തില്ല. എന്നാൽ ഇപ്പുറത്ത് അയാൾ ഉണ്ടാക്കിയത് നല്ല പട്ടണത്തിലാണ്, ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്നിടത്താണ്, എന്നിട്ട് വരെ ആൾ വന്നില്ല. പക്ഷെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽപ്പിക്കുന്നത് മരുഭൂമിയിൽ ആൾ താമസമില്ലാത്ത, വെള്ളമില്ലാത്ത, വളരെ കുറച്ച് ആളുകൾ മാത്രം താമസിക്കുന്നിടത്താണ് പരിശുദ്ധ കഅബാലയം സ്ഥാപിച്ചിട്ട് അതിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സംശയമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹു പറഞ്ഞു, നീ വിളിച്ചുകൊള്ളുക, അവിടെ ആളെത്തിക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെതാ. ആ അള്ളാഹുവിൻ്റെ വാഗ്ദാനം ഇന്നും നിറവേറുന്നത് നമ്മൾ ഓരോ വർഷവും കാണുക. അതാണ് ആ മാറ്റം. ഇപ്പം ഇവിടെ ഈ ഒരു അർത്ഥം നൽകാൻ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമികളിൽ നിന്ന് ആ ഭവനത്തെ രക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ 3 കാര്യങ്ങൾ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ ഈ 2 ആയത്തുകളിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം ആരാധനയും സാമൂഹികമായ അതിൻ്റെ ഘടനയുമാണ്. ഒന്ന്, ഹജ്ജ് അള്ളാഹുവിനെ ഓർക്കാനാണ്, അള്ളാഹുവിനെ സ്മരിക്കാനാണ്, അള്ളാഹുവിനോടുള്ള ആരാധനയാണ്, അത് അള്ളാഹുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനാണ്. എന്നാൽ അതോടൊപ്പം തന്നെ മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും കാരുണ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഉൾച്ചേർത്തിട്ടുണ്ട് അല്ലേ? മാനവ ഐക്യത്തിൻ്റെ വളരെ മനോഹരമായ ചിത്രങ്ങൾ നമുക്ക് കാണാം. ലോകത്തിൻ്റെ വ്യത്യസ്ത കോണിലെ ആളുകൾ ഒരേ മനസ്സോടെ, ഒരേ മന്ത്രധ്വനികളോടെ ഒരുമിച്ച് കൂടുന്ന മനോഹരമായ കാഴ്ച കാണാം. ഇങ്ങനെ രണ്ടും സമം ചേർത്ത മഹത്തായ ആരാധനയാണ് ഹജ്ജ് എന്നുള്ളത് ഈ ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബലി എന്നുള്ളത് അത് അള്ളാഹുവോടുള്ള നന്ദി പ്രകാശനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമ്പത്ത്, കന്നുകാലികൾ, അതിനുള്ള നന്ദിയായിട്ടാണ് അത് ചെയ്യുന്നത് എന്നുള്ളതും ഈ 2 ആയത്തുകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബലികർമ്മം അതിൻ്റെ പിന്നിൽ സാമൂഹികമായ ഉത്തരവാദിത്വം കൂടിയുണ്ട്. ദരിദ്രരെ സഹായിക്കുക, അവരെ ഭക്ഷിപ്പിക്കുക എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്ന ഉന്നതമായ മൂല്യങ്ങൾ കൂടി അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതും, നിങ്ങൾ അതിൽ നിന്ന് പാവങ്ങളെ ഭക്ഷിപ്പിക്കണം എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന വഴി നമുക്ക് മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 ആയത്തുകളിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി തൊട്ടടുത്ത ആയത്ത് നോക്കാം. അത് അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് എന്നുള്ളതാണ് ഈ ദാലിക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? വമൻ യുഅള്ളിം, ആരെങ്കിലും ബഹുമാനിച്ചാൽ. അല്ലമ യുഅള്ളിമു, അല്ലമ എന്നുള്ളതാണ് അതിൻ്റെ മാളി പാസ്റ്റ്, അതിൻ്റെ പ്രസന്റ് ഓർ ഫ്യൂച്ചർ ടെൻസ് ആണ് യുഅള്ളിമു. വമൻ യുഅള്ളിം, ആരെങ്കിലും ബഹുമാനിച്ചാൽ, ഹുറുമാറ്റില്ല, അള്ളാഹുവിൻ്റെ പരിഭാവനമായ വസ്തുക്കളെ, ഹുർമത്ത് നൽകിയ വസ്തുക്കളെ.
അതാണ് ഹുർമത്തുൻ എന്നുള്ളതിൻ്റെ ജമാണെന്ത്? ഹുറുമാത്ത്. പരിഭാവനമായ വസ്തു, പരിഭാവനമായ വസ്തുക്കൾ. ഫഹുവ ഖൈറുൻ ലഹു, ഫഹുവ അപ്പോൾ അത് ഖൈറുൻ നന്മയാണ്, ലഹു അവന്. അങ്ങനെ അള്ളാഹു പരിഭാവനമാക്കിയ വസ്തുക്കളെ ആരെയും ബഹുമാനിച്ചാൽ അതവന് നന്മയാണ്. ഐന്ദ റബ്ബി, തൻ്റെ റബ്ബിൻ്റെ അടുക്കൽ. ഐന്ദറിന് അരികെ, റബ്ബി എന്നാണ് അവൻ്റെ റബ്ബിൻ്റെ. ഐന്ദ റബ്ബിഹി, അവൻ്റെ റബ്ബിൻ്റെ അടുത്ത്. വ ഉഹില്ലത്, അനുവദിക്കപ്പെട്ടു, ലക്കും നിങ്ങൾക്ക്, അൽ അൻആം കന്നുകാലികൾ, കന്നുകാലികൾ നിങ്ങൾക്ക് ഹലാലാക്കി അനുവദിക്കപ്പെട്ടു. ഇല്ലാമായുച്ചില, ഓതി കേൾപ്പിക്കപ്പെട്ടതൊഴികെ, ഓതി കേൾപ്പിക്കപ്പെട്ടതൊഴികെ എല്ലാം കന്നുകാലികളും നിങ്ങൾക്ക് അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നു. അലൈക്കും, നിങ്ങളുടെ മേൽ ഓതി കേൾപ്പിക്കപ്പെട്ടതൊഴികെ. ഫജ്തനിബു, നിങ്ങൾ വർജിക്കിൻ. ഇജ്തനബ എന്നുള്ളതാണ് അതിൻ്റെ മാദി. ഫജ്തനിബു എന്ന് പറഞ്ഞാൽ അത് അമ്രാൻ. ഇജ്തനിബു, ഫജ്തനിബു, നിങ്ങൾ വർജിക്കുവിൻ. ഓർഡറാണ്, അള്ളാഹുവിൻ്റെ കൽപ്പന. അർരിജ്സ, അശുദ്ധിയെ, മ്ലേച്ഛതയെ, നജസിനെ എന്നൊക്കെ അർത്ഥം. മിനൽ ഔസാനി, വിഗ്രഹങ്ങളിൽ നിന്നുള്ള. വിഗ്രഹം എന്നുള്ളതിന് എന്താ പറയാ? വസ്നുൻ. അതിന്റെ ജമ്മാണ് എന്ത്? ഔസാൻ. വജ്തനിബു, നിങ്ങൾ വർജിക്കുകയും ചെയ്യുവിൻ. ഖൗലസ്സൂർ, കള്ളവാക്കുകൾ, കളവുകൾ, കള്ളസാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ വർജിക്കുകയും ചെയ്യുവിൻ എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജുമായി ബന്ധപ്പെട്ട് പറയാണ്, നമ്മൾ ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ആദരവ് നൽകേണ്ട ഒരുപാട് അള്ളാഹു പവിത്രമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന പുണ്യഭൂമിയാണ് മക്ക. അപ്പം ആ പവിത്രത നിങ്ങൾ നൽകണം. അവിടെ ആ പവിത്രതക്ക് കളങ്കം വരുത്തുന്ന കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഉണ്ടാകരുത് എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. ദാലിക, ഇതാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. എന്ത്? വമൻ യുഅല്ലിം ഹുറുമാറ്റില്ലാ, ആര് അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയതിനെ ആദരിക്കുന്നുവോ അത് അവൻ്റെ റബ്ബിൻ്റെ അടുക്കൽ അവന് എന്താണ്? ഗുണകരമാണ്. ഇപ്പം എന്തൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയത്? ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹജ്ജ് എന്ന കർമ്മം, അതുപോലെ പരിശുദ്ധ കഅബം, ഹറം, അതുപോലെ ഹജ്ജ് നടക്കുന്ന വ്യത്യസ്ത ഇടങ്ങൾ, പിന്നെ ഹജ്ജ് നടക്കുന്ന മാസം, അല്ലേ? പവിത്രമാക്കിയപ്പെട്ട 4 മാസങ്ങളുണ്ട്. ഏതൊക്കെ പറയാൻ പറ്റുമോ? ഏതൊക്കെയാണ്? ദുൽഹിജ്ജ, പിന്നെ മുഹറം, പിന്നെന്താ? ദുൽഖഅദ, പിന്നെ വേറിട്ട് നിൽക്കുന്നൊന്നുണ്ട്. ഏതാ? റജബ്. ഈ 4 മാസങ്ങൾ അള്ളാഹു പവിത്രമാക്കില്ല. അതിനെ നമ്മൾ പവിത്രത നൽകണം. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകന്മാർ, അവരൊക്കെ അള്ളാഹു സുബ്ഹാനഹു പ്രത്യേകം തിരഞ്ഞെടുത്തതാണ്. ആ ഒരു ബഹുമാനവും ആദരവും ഒക്കെ നമ്മളിൽ നിന്നുണ്ടാവണം. ഈ ആദരവ് എന്തിനാണ്? അത് നാളെ പരലോകത്ത് നമുക്ക് ഖൈറാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് പ്രതിഫലമുണ്ട് എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഈ പറഞ്ഞ സഫ, മർവ, മിന, അറഫ, പരിശുദ്ധ കഅബാലയം, മസ്ജിദുൻ നബവി, മസ്ജിദുൽ അഖ്സ, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ സ്ഥലങ്ങളാണ്. അള്ളാഹു ഹുർമത്ത് നൽകിയ ഇടങ്ങളാണ്. അപ്പം അതിന് വിശ്വാസികളായ നമ്മളും ഹജ്ജ് ചെയ്യുന്ന വേളയിൽ, ആ പുണ്യഭൂമിയിൽ പോകുന്ന വേളയിൽ അതിനുള്ള ഒരു ആദരവും ബഹുമാനവും ഉണ്ട്. അതിനെ നിന്ദ്യത കാണിക്കുന്ന, ആ ആദരവിന് കളങ്കം വരുത്തുന്ന എന്തെങ്കിലും പ്രവർത്തികൾ, വാക്കുകൾ നമ്മളിൽ നിന്നുണ്ടാവരുത് എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് അല്ലാഹു പറയുന്നത് വഅഹില്ലത്ത് ലക്കുമുൽ അൻആം, നിങ്ങൾക്ക് കന്നുകാലികളെ, ആട്, മാട്, ഒട്ടകം വരെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയിട്ടുണ്ട്. എന്നാൽ ഹലാലാക്കാത്തതുണ്ട്. ഏതാണ്? ഇല്ലാ മാ യുത്ല അലൈക്കും, നിങ്ങൾക്ക് മേൽ ഓതി കേൾപ്പിക്കപ്പെട്ടതൊഴികെ. അപ്പോൾ ഹലാലും അതുപോലെ തന്നെ ഹറാമും അത് വേർതിരിക്കുന്നത് എന്താണ്? പൊതുവെയുള്ള നിയമം എന്താണ്? എല്ലാം ഹലാലാണ് എന്നുള്ളതാണ്. പിന്നെ എപ്പോഴാണ് ഒരു കാര്യം ഹറാമാകുക? എപ്പോഴാണ് ഒരു കാര്യം ഹറാമാകുക? അള്ളാഹു ഹറാമാക്കുമ്പോഴാണ്. നമുക്ക് പറ്റുമോ? നമുക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അത് ഹറാമാണെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ഹറാമാക്കേണ്ടത് ആരാണ്? അള്ളാഹു. അപ്പോൾ മൊത്തത്തിലുള്ള നിയമം എന്താണ്? എല്ലാം ഹലാലാണ്. പിന്നെ ഏതാണ് ഹറാമാവുക? അതാണ് പറയുന്നത് ഇല്ലാമ, അതിൻ്റെ ആ തത്വമാണ് ഇവിടെ അള്ളാഹു പഠിക്കും. ഇല്ലാമ യുത്ല അലൈക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മേൽ ഓതി കേൾപ്പിക്കപ്പെട്ടതൊഴികെ, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ ഖുർആനിക വചനങ്ങളിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിലൂടെ നമ്മളെ വിലക്കിയോ, നമ്മളോട് ഹറാമാണെന്ന് പറഞ്ഞോ, ആ ഭക്ഷണങ്ങളൊക്കെ ഹറാമാണ്. അതല്ലാത്തതൊക്കെ ഹലാലാണ്. ഒരു ഭക്ഷണം ഹറാമാണ് എന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? പരിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളുമാണ് എന്നുള്ളതാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാമത്തെ കാര്യം പറയാം, ഫജ്തനിബു റിജ്സ മിനൽ ഔസാൻ, നിങ്ങൾ ഒഴിവാക്കി. എന്താണ് ഒഴിവാക്കേണ്ടത്?
വിഗ്രഹങ്ങളാകുന്ന ആ എന്താ പറയാ ആ മ്ലേച്ഛതയെ, ആ നജസിനെ, വിഗ്രഹങ്ങളാകുന്ന ആ മ്ലേച്ഛതയെ, നജസിനെ നിങ്ങൾ ഒഴിവാക്കി. വിഗ്രഹങ്ങൾ നജസാണോ? ആണോ? സ്വർണം കൊണ്ടൊക്കെയാണ് വിഗ്രഹം ഉണ്ടാക്കുന്നത്. ഒരു കള്ളവൻ അമ്പലത്തിൽ കയറിയാൽ ആദ്യം നോക്കുക എന്താ? വിഗ്രഹം വെക്കാനാണ് നോക്കുക. കാരണം അതിനാണ് ഏറ്റവും വിലയുള്ളത്. പക്ഷെ പടച്ചോൻ പറയണത് എന്താണ്? അതെന്താണ്? നജസാണ്, മ്ലേച്ഛതയാണ്, അഴുക്കാണെന്നാണ് പറയുന്നത്. സ്വർണ്ണ അഴുക്കാണോ? വില കൂടിയ വസ്തുവല്ലേ? കോടികളാണ് ഓരോ വിഗ്രഹത്തിൻ്റെയൊക്കെ വില. പിന്നെ എന്താ ഇവിടെ പറയുന്നത്? ഈ പറയുന്ന അഴുക്ക് എന്ന് പറഞ്ഞാൽ, അഴുക്ക് അല്ലെങ്കിൽ നജസൊക്കെ രണ്ട് തരമുണ്ട്. ഒന്ന് നജാസത്തുൽ ഹിസ്സിയ, മറ്റൊന്ന് നജാസത്തുൽ മഅനവിയ. ഭൗതികമായ നജസ് ഉണ്ട്, മലമൂത്ര അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ ആത്മീയമായ നജസ് ഉണ്ട്. അതെന്താണ്? പാപങ്ങളാണ്. അതിൽ ഏറ്റവും വലിയ നജസാണ് എന്ത്? ശിർക്ക്. ശിർക്കിന്റെ പ്രത്യേകത, നരകത്തിലിട്ട് കരിച്ചാൽ പോലും അത് ശുദ്ധിയാകൂല. അതുകൊണ്ടാണ് ഷിർക്ക് ചെയ്തുകൊണ്ട് ഒരാൾ നരകത്ത് പോയാൽ കാലാകാലം അവിടെ കടക്കേണ്ടി വരുന്നത്. മറ്റുള്ള പാപങ്ങളൊക്കെ ആ നരകത്തി ശുദ്ധീകരിക്കും. വേറെ പാപങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ അവിടുന്ന് രക്ഷപ്പെടുത്തി അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുവരും. ഹദീസുകൾ കൃത്യമായ കാര്യം പഠിപ്പിക്കുന്നു. എന്നാൽ ഒരാൾ ഷിർക്ക് ചെയ്താൽ അവന് സ്വർഗം നിഷിദ്ധമാണ്. എന്തുകൊണ്ടാണത്? ആ അഴുക്ക് നരകത്തിന്റെ തീ കൊണ്ടുപോലും ശുദ്ധീകരിക്കപ്പെടൂല. അത്ര വലിയ, ഏറ്റവും വലിയ അഴുക്കാണ് ഇങ്ങനത്തെ അഴുക്ക്, ആത്മീയമായ. അപ്പൊ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അഴുക്കാണ്. അത് നമ്മുടെ ആത്മാവിനെ പോറലേൽപ്പിക്കുന്നുണ്ട്, മലിനമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു തെറ്റുകൾ ചെയ്ത് ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന, ആ പാപങ്ങളുടെ കറ പേറിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് വേർപിരിയുന്ന ഒരാളുടെ ആത്മാവിനെ പുറത്തെടുക്കുമ്പോൾ അതിൽ നിന്ന് വരുന്നത് ചീഞ്ഞളിഞ്ഞ ശവത്തിൽ നിന്നുള്ള ദുർഗന്ധമാണ്. ഈ ദുർഗന്ധം പാപങ്ങളുടെ ദുർഗന്ധമാണ്. പാപങ്ങൾക്ക് ദുർഗന്ധമുണ്ട്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ അഴുക്കായാൽ നമ്മളത് കഴുകി കളഞ്ഞിട്ടില്ല എങ്കിൽ അത് കുറെ കഴിഞ്ഞാൽ അത് ദുർഗന്ധമാകും. പിന്നെ ഒരാൾക്ക് നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റൂല. അപ്പൊ അത് കഴുകിക്കളയാനാണ് നമ്മൾ വെള്ളവും സോപ്പൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയത്തെ ബാധിച്ച അഴുക്കുകൾ പൂർണ്ണമായി കഴുകിക്കളയാൻ നമ്മളെ സഹായിക്കുന്ന കർമ്മമാണ് ഹജ്ജ്. അതുപോലെ തന്നെ നമ്മളെ സഹായിക്കുന്നതാണ് ഇസ്തിഗ്ഫാർ, തൗബ. അതൊക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നജസിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം എന്ന് പറഞ്ഞത്? ഇത് ആത്മീയമായ ഏറ്റവും വലിയ നജസാണ്. വിഗ്രഹങ്ങൾ വഴിയുള്ള ശിർക്ക് എന്ന നജസ്, അതിനെ നിങ്ങൾ ഉപേക്ഷിക്കണം. അത് ഏറ്റവും വലിയ നജസാണ്, ഏറ്റവും വലിയ മ്ലേച്ഛതയാണ് എന്നുള്ളതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അള്ളാഹു ചേർത്ത് പറഞ്ഞു, വജ്തനിബു ഖൗല സൂർ, കളവ് പറയലോ, വ്യാജ സാക്ഷ്യം, കള്ളസാക്ഷ്യം പറയൽ. അത് അള്ളാഹുവിനെതിരെയുള്ള കളവാകാം, സൃഷ്ടികളുമായി ബന്ധപ്പെട്ട് പറയുന്ന കളവാകാം. ഇത് വളരെ ഗൗരവമാണ്. കാരണം ശിർക്ക് എന്ന മഹാപാപത്തോടു കൂടി ചേർത്തിട്ടാണ് ഈ പറഞ്ഞ കള്ളസാക്ഷ്യത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനോടടുത്ത പാപമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഇത് ഹജ്ജിന്റെ വേളയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അള്ളാഹു പറയുന്നത്. ഹജ്ജിന്റെ വേളയിൽ മാത്രമല്ല, ഒരു വിശ്വാസി ഏത് സന്ദർഭത്തിലും ശിർക്കിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കണം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കളവ് പറയുക എന്നുള്ള, നാവ് കൊണ്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കണം. അത് ഹജ്ജിന്റെ വേളയിലും വേണം, അല്ലാത്ത സന്ദർഭത്തിലും വേണം എന്നുള്ളത് ഈ ആയത്ത് നമ്മളെ ഗൗരവത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ പറയുന്ന ഹദീസ്, മിൻ ഹുസ്നിൽ ഇസ്ലാമി മർഇ, ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ നന്മയിൽപ്പെട്ടതാണ്. ആ പുസ്തകത്തിൽ വരുന്ന ഹദീസ് തന്നെയാണ്. മിൻ ഹുസ്നിൽ ഇസ്ലാമിൽ മർഇ, ഒരു മനുഷ്യന്റെ ഇസ്ലാം നന്നായിരിക്കുന്നതിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. തർക്കുഹു, അവൻ ഉപേക്ഷിക്കും, മാലായ ഐനി, അനാവശ്യ കാര്യങ്ങൾ, അവനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും ബാധിക്കാത്ത അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് അവൻ വിട്ടു നിൽക്കും എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ എന്താണ് നല്ല അടയാളത്തിൽപ്പെട്ടതാണ്. ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് അവൻ വിട്ടു നിൽക്കും എന്നുള്ളത്. അപ്പൊ എന്താണ് ഈ മാലായ അനി, അനാവശ്യ കാര്യങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ. അത് അനാവശ്യമായ വാക്കുകളാകാം, ഏഷണിയാകാം, പരദൂഷണമാകാം, നമ്മളെ സമയം നശിപ്പിക്കുന്ന ഗെയിമുകളാകാം, എന്തുവാട്ടെ. അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും പ്രയോജനമില്ല, പരലോകത്തും പ്രയോജനമില്ല, എന്നാൽ കുറെ ദോഷമുണ്ട് താനും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് പിന്നെ മാല യഅനി, പ്രയോജനകരമല്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മുസ്ലിമിന്റെ ജീവിതശൈലി എന്താണ്? സമയം വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ ഈ അനാവശ്യമായ കാര്യങ്ങൾക്ക് നമ്മൾ സമയം ചിലവഴിക്കുമ്പോൾ നമുക്ക് പോകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ച് നൽകിയ ഈ വിലപ്പെട്ട ആയുസ്സ. അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൾ വിലപ്പെട്ടതാണ്, ചിന്തകൾ വിലപ്പെട്ടതാണ്. ഇതേപോലെ അനാവശ്യ കാര്യങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ സമയം കൊടുക്കുമ്പോൾ നമ്മുടെ ഈമാൻ കുറയാൻ അത് കാരണമാകും. പിന്നെയോ നാവിൻ്റെയും കണ്ണിൻ്റെയും കാവൽ നഷ്ടപ്പെടും. അനാവശ്യമായ സംസാരങ്ങൾ അത് പാപമാണ്.
അനാവശ്യമായ കാഴ്ച അത് ഹൃദയത്തിൻ്റെ ശുദ്ധി നഷ്ടപ്പെടുത്തും. നമ്മൾ അറിയേണ്ടത് നമ്മുടെ കാഴ്ചയും കേൾവിയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. നമ്മുടെ ചിന്ത, ഹൃദയത്തെക്കുറിച്ച് വരെ നാളെ പരലോകത്ത് ചോദ്യമുണ്ട്. അപ്പം സമയം ഏറെ വിലപ്പെട്ടതാണ്. അത് അനാവശ്യ കാര്യങ്ങൾക്ക് നമ്മൾ ചിലവഴിച്ചാൽ നഷ്ടമാണ്. ഇപ്പോൾ ഒരു വിശ്വാസി, ബുദ്ധിമാനായ മനുഷ്യൻ നമ്മുടെ സമയത്തെ ചിലവഴിക്കേണ്ടത് ഇബാദത്തുകൾക്ക് വേണ്ടി, അറിവ് നേടുന്നതിന് വേണ്ടി. ദീനിയായ അറിവ്, ഇനി ഭൗതികമായി നമുക്ക് ഉപകാരപ്പെടുന്ന അറിവാണെങ്കിൽ അതും, അതുപോലെ നമ്മുടെ കുടുംബവുമായി ഒന്നിച്ച്, അതുപോലെ സാമൂഹ്യ സേവനത്തിന്, ഇങ്ങനെ ഈ ദുനിയാവിലും പരലോകത്തും ഉപകരിക്കുന്ന നന്മകളിലായിട്ടാണ് ഒരു ബുദ്ധിയുള്ളയാൾ സമയം ചെലവഴിക്കേണ്ടത്. ഒരിക്കലും അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവനൊരു നല്ല മുസ്ലിം ആയിട്ടില്ല എന്നതാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഹദീസ് പഠിപ്പിക്കുന്നത് നമ്മൾ സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക, മറ്റുള്ളവരുടെ സ്വകാര്യത മാനിക്കുക, മറ്റുള്ളവരുടെ കുറ്റം കുറവും ഇങ്ങനെ ചികഞ്ഞന്വേഷിക്കുന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടാവരുത്. സംസാരം നിയന്ത്രിക്കണം. ചില സന്ദർഭങ്ങളിൽ മൗനം പോലും വലിയ ഇബാദത്തായി മാറും. അതാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, നിങ്ങളൊന്നുകിൽ നല്ലത് സംസാരിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നതും നമുക്ക് നന്മയായിട്ട് മാറും. അപ്പോൾ അനാവശ്യങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ ഈമാൻ ശക്തമാകും, ഹൃദയം ശുദ്ധമാകും, ജീവിതം കൃത്യമായ ഒരു ക്രമത്തിലാവും. കാരണം നമ്മൾ അനാവശ്യ കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കുന്നില്ലല്ലോ, നമ്മളെ ജീവിതത്തിനൊരു ചിട്ടയുണ്ടാകും. ഇതൊക്കെ ഈ പറഞ്ഞ ഹദീഫിൻ്റെ പ്രയോജനങ്ങൾ. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ അനാവശ്യ കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കുന്നതിനാകില്ല എന്നുള്ളതാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ പ്രാർത്ഥന കൂടി 15ാമത്തെ പ്രാർത്ഥനയാണത്. നമ്മുടെ ദുഃഖങ്ങൾ, വിഷമങ്ങൾ, കടങ്ങൾ, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ മസ്ജിദ് നബവിയിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സ്വഹാബിയോട് ചോദിച്ചു, എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, വലിയ കടമുണ്ട്, ഭാരിച്ച കടമുണ്ട്, അതിൻ്റെ പേരിലാണ് ഈ ദുഃഖം. അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ, നീ ഈ പ്രാർത്ഥന പഠിച്ചിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിച്ചോ, നിന്റെ വിഷമത്തിൽ അള്ളാഹു ഒരു പരിഹാരം കാണിച്ചു തരും എന്ന് പറഞ്ഞ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അപ്പം നമ്മുടെ വിഷമങ്ങളിൽ, പ്രയാസങ്ങളിൽ, കടങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടാൻ സഹായകമായ അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകം പഠിപ്പിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി. അള്ളാഹുവേ, ഞാൻ നിന്നോട് ദുഃഖത്തിൽ നിന്നും വിഷമത്തിൽ നിന്നും കാവൽ ചോദിക്കുന്നു. വൽ അജ്സി വൽ കസലി, അതുപോലെ തന്നെ അശക്തിയിൽ നിന്നും അലസതയിൽ നിന്നും, വൽ ജുബ്നി വൽ ബുഖ്ലി, ഭീരുത്വത്തിൽ നിന്നും പിശുക്കിൽ നിന്നും, കടഭാരത്തിൽ നിന്നും, ആളുകൾ എൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു. വളരെ മനോഹരമായ അർത്ഥവത്തായ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി വൽ അജ്സി വൽ കസലി വൽ ജുബ്നി വൽ ബുഖ്ലി വളഅഇ ദൈനി വഅലബതി റിജാൽ. ഇൻഷാ അല്ലാഹ് നമ്മളെ ഗ്രൂപ്പിൽ ഈ പ്രാർത്ഥന വിട്ടു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നാളെ പരലോകത്ത് നല്ല കർമ്മങ്ങൾ മാത്രം തുണയായി ഉണ്ടാകുന്ന, പരലോകത്ത് തുണയേകുന്ന വലിയ സൽക്രമമായി നമ്മളിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഖുർആനിനെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാകണമേ. അല്ലാഹുവേ, ഖുർആനിൻ്റെ വചനങ്ങൾ നൽകുന്ന വെളിച്ചം ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും ആ വെളിച്ചത്തിൽ നടന്ന് ആ ഖുർആനിൻ്റെ തണലിൽ സ്വർഗത്തിലെത്തിച്ചേരുകയും ചെയ്യുന്ന മഹാഭാഗ്യന്മാരിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹു, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്. ഒരുപാട് പാപത്തിൻ്റെ കറകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. കാരുണ്യവാനായ അല്ലാഹുവേ, നിന്റെ വിശാലമായ കാരുണ്യത്തെയും നിന്റെ വിശാലമായ പാപമോചനത്തെയും മുൻനിർത്തി ഞങ്ങൾ യാചിക്കുകയാണ്. എല്ലാ പാപങ്ങളിൽ നിന്നും, ചെറുതും വലുതുമായി ഞങ്ങൾ ചെയ്തുപോയ എല്ലാ പാപങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് പൂർണ്ണ പരിശുദ്ധി നൽകി അനുഗ്രഹിക്കണമേ. അങ്ങനെ ഒരു പാപത്തിൻ്റെ കറ പോലും ഇല്ലാതെ നിന്നെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങൾ എത്രയോ ആളുകൾ രോഗികളാണ്, പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എത്രയോ ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിരിക്കുന്നു. കാരുണ്യവാനായ അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന, ഞങ്ങളുടെ കൂട്ടുകാരനുഭവിക്കുന്ന, ഞങ്ങളുടെ ആദർശ ബന്ധുക്കൾ അനുഭവിക്കുന്ന എല്ലാ ശാരീരിക മാനസിക പ്രയാസങ്ങളിൽ നിന്നും വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. മാരകമായ രോഗങ്ങൾ തൊട്ട് കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.